തെരഞ്ഞെടുപ്പിന് തൃശൂർ നഗരത്തിൽ വ്യാപകമായി പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതിനെതിരെ പരാതിയുമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മേയർ കത്ത് നൽകി. കോർപ്പറേഷനും പോലീസും സ്ഥാപിച്ച ഡിവൈഡറുകളിൽ പോസ്റ്ററുകൾ ഒട്ടിച്ച് വൃത്തിഹീനമാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മേയർ പരാതിയുമായി രംഗത്തെത്തിയത്. ചേറ്റുപുഴ പാടത്തുണ്ടായ തീപിടുത്തത്തിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ കത്തിനശിച്ചു. 50 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചേർപ്പ് പുത്തറയ്ക്കലിൽ മരക്കമ്പനിയിലുണ്ടായ അഗ്നിബാധയിൽ ലക്ഷങ്ങളുടെ നഷ്ടം. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നിലച്ചു. പണികൾ മന്ദഗതിയിലാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കരാറുകാരെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയ മലബാർ ദേവസ്വം ബോർഡ് അധികൃതരെ ഭക്തർ തടഞ്ഞു. നാമജപവുമായി ഗേറ്റിനു മുന്നിൽ പ്രതിരോധം തീർത്ത ഭക്തർ. സ്വർണ്ണക്കോലത്തിന്റെ പ്രൌഢിയിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞ് ജനപഥത്തിലേക്കിറങ്ങിയ കണ്ണനെ കണ്ട് ആയിരങ്ങൾ ആത്മനിർവൃതിയടഞ്ഞു. വെള്ളിയാഴ്ച നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിന്റെ പൈതൃകവും സൌന്ദര്യവും കാത്തുസൂക്ഷിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മേയർ കത്ത് നൽകി. പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തടസ്സമാകുന്ന രീതിയിൽ ഹൈക്കോടതി വിധി ലംഘിച്ച് വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ബോർഡുകളും കൊടിത്തോരണങ്ങളും കെട്ടുകയും കോർപ്പറേഷനും പോലീസും സ്ഥാപിച്ച ഡിവൈഡറുകളിൽ പോസ്റ്ററുകൾ ഒട്ടിച്ച് വൃത്തിഹീനമാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മേയർ കത്ത് നൽകിയത്. കോർപ്പറേഷന്റെ വരുമാന മാർഗ്ഗങ്ങളിലൊന്നായ പരസ്യ വരുമാനത്തിനായി തൃശൂർ നഗരത്തിൽ ടെൻഡർ ചെയ്ത് നൽകിയിട്ടുള്ള ഡിവൈഡറുകളിലും പോസ്റ്ററുകൾ ഒട്ടിച്ചതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർക്ക് നൽകിയ കത്തിൽ മേയർ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മേയർ അറിയിച്ചു. ചേറ്റുപുഴ പാടത്ത് തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് വില വരുന്ന സാമഗ്രികൾ കത്തിനശിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. 50 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഫയർഫോഴ്സ് ശബ്ദം വരുന്നുണ്ട്. ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റി കൊണ്ടുവന്നിട്ടുള്ള പൈപ്പാണ്. ഒരു 2 മാസം മുമ്പ് ഇത്തരത്തിലുള്ള അപകടം തൊട്ട് അപ്പുറത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിരവധി തവണ ഈ പൈപ്പിന്റെ കാര്യങ്ങൾ ഇവിടുന്ന് മാറ്റണം എന്നുള്ള നിർദ്ദേശം അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതുവരെയായിട്ടും അറിയില്ല. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന പൈപ്പാണ് ഇപ്പോൾ കത്തി നശിക്കുന്നത്. ചേർപ്പ് പുത്തറയ്ക്കലിൽ മരക്കമ്പനിയിൽ അഗ്നിബാധ. വ്യാഴാഴ്ച പുലർച്ചെ 3:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. നിധിൻ വുഡ്സ് വർക്സിലാണ് തീപിടുത്തമുണ്ടായത്. തൃശൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി 2 മണിക്കൂർ കൊണ്ടാണ് തീ അണച്ചത്. മര ഉരുപ്പടികളും മരത്തടികളും 2 മോട്ടോറുകളും പ്ലെയിനിംഗ് മെഷീനും കത്തിനശിച്ചു. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നിലച്ചു. കരാർ കമ്പനിക്ക് കരാർ അവസാനിപ്പിക്കുന്നതിന് മുൻപുള്ള വിശദീകരണ കത്ത് നൽകി. പണികൾ മന്ദഗതിയിലാണെന്ന റിപ്പോർട്ടിലാണ് കരാറുകാരെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 2021 സെപ്റ്റംബറിലാണ് തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നവീകരണം ആരംഭിച്ചത്. 218.44 കോടി രൂപയ്ക്കായിരുന്നു കരാർ. 2 വർഷമായിരുന്നു കരാർ കാലാവധി. 2023 കരാർ കാലാവധി തീർന്നതോടെ ഡിസംബർ 31 വരെ നീട്ടി നൽകി. ഈ കാലയളവിലും പണികളിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഇതോടെയാണ് കരാറിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി KSTP വിശദീകരണ കത്ത് നൽകിയത്. അതേസമയം കരാർ പ്രകാരം 15 കോടി രൂപ ലഭിക്കാനുണ്ടെന്നും നിർമ്മാണ സാമഗ്രികളുടെ വില വർദ്ധിച്ചതോടെ പഴയ അടങ്കൽ തുകയിൽ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്നും കരാർ കമ്പനി പ്രതിനിധികൾ പറഞ്ഞു. ബില്ലുകൾ കൃത്യസമയത്ത് അനുവദിച്ച് കിട്ടാത്തതിനാൽ പണികൾ തടസ്സപ്പെടാൻ ഇടയായെന്നും കമ്പനി അധികൃതർ പറയുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ പാത നിർമ്മാണ പ്രവൃത്തികളിലും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാനുള്ള ശ്രമത്തിനെതിരെ ഭക്തജനങ്ങൾ നാമജപവുമായി പ്രതിരോധം തീർത്തു. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് ജലപീരങ്കി അടക്കമുള്ള സന്നാഹങ്ങളുമായി 250-ലധികം പോലീസുകാരുടെ അകമ്പടിയോടെ മലബാർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ കപ്ലിയങ്ങാട് ദേവീക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയത്. നിമിഷനേരം കൊണ്ട് ഭക്തജനങ്ങൾ സംഘടിച്ചെത്തി ക്ഷേത്രനടയിൽ നാമജപം നടത്തി പ്രതിരോധം തീർക്കുകയായിരുന്നു.
ഇതേ തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഹൈന്ദവ സംഘടനാ നേതാക്കളും ഭക്തരും പോലീസുമായി ചർച്ച നടത്തി ക്ഷേത്രം ഏറ്റെടുക്കൽ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഡയറി നമ്പർ അടക്കമുള്ള രേഖകൾ ക്ഷേത്രം ഭാരവാഹികൾ പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് നടപടികൾ നിർത്തിവച്ചത്. സ്വർണ്ണക്കോലത്തിന്റെ പ്രൌഢിയിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞ് ജനപഥത്തിലേക്കിറങ്ങിയ കണ്ണനെ കണ്ട് ആയിരങ്ങൾ ആത്മനിർവൃതിയടഞ്ഞു. രാജകീയ പ്രൌഢിയോടെ എഴുന്നള്ളിയ അമ്പാടി കണ്ണന് നൂറുകണക്കിന് നിറപ്പറകളും നിലവിളക്കുകളും അലങ്കാരങ്ങളും ഒരുക്കി ഭക്തർ വരവേൽപ്പ് നൽകി. സന്ധ്യക്ക് ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു മരതകവർണ്ണൻ 5 ആനകളുടെ അകമ്പടിയിൽ പുറത്തേക്കെഴുന്നള്ളിയത്. സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊടിമരച്ചുവട്ടിൽ ദീപാരാധന നിർവഹിച്ച ശേഷമായിരുന്നു പുറത്തേക്കെഴുന്നള്ളത്ത്. വർഷത്തിൽ പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ മാത്രമാണ് ശ്രീകോവിലിന് പുറത്ത് ദീപാരാധന നടക്കുന്നത്. മേൽശാന്തിക്ക് പകരം ശാന്തിയേറ്റ കീഴ്ശാന്തി മേലേടം പത്മനാഭൻ നമ്പൂതിരിയാണ് ദീപാരാധന നിർവഹിച്ചത്. പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ മാത്രമാണ് മേൽശാന്തിക്ക് പകരം കീഴ്ശാന്തിമാർക്ക് ദീപാരാധന നിർവഹിക്കാൻ അവകാശമുള്ളത്. തുടർന്ന് സ്വർണ്ണക്കോലം ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ദേവസ്വത്തിലെ ലക്ഷണമൊത്ത കൊമ്പൻ ഇന്ദ്രസൻ ശിരസ് നമിച്ച് സ്വർണ്ണക്കോലമേറ്റി. ഈ സമയം ക്ഷേത്രത്തിന് പുറത്ത് തൊഴുകൈകളോടെ തടിച്ചുകൂടിയിരുന്ന ഭക്തസഹസ്രം നാരായണ നാമധ്വനികളാൽ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കി. ലക്ഷണമൊത്ത കൊമ്പന്മാരായ വലിയ വിഷ്ണു, ചെന്താമരാക്ഷൻ, ദാമോദർദാസ്, കൃഷ്ണനാരായണൻ എന്നീ ആനകൾ ഇടംവലം അണിനിരന്ന് എഴുന്നള്ളിപ്പിന് പ്രൗഢിയേകി. കൃഷ്ണനാട്ടം കലാകാരന്മാർ ആയോധന വേഷം ധരിച്ച് വാളും പരിചയുമായി ചുവടുവെച്ചതോടെ പാണ്ടിമേളത്തിന് കോലമർന്നു. നൂറുകണക്കിന് വാദ്യകലാകാരന്മാർ അണിനിരന്ന മേളത്തിന് മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ അമരക്കാരനായി. വിസ്തരിച്ച പാണ്ടിമേളത്തിനു മുന്നിൽ കൊടിക്കൂറകൾ, തഴകൾ, സൂര്യമറകൾ, ഭജനസംഘം എന്നിവയും ഒപ്പം അണിനിരന്നു. എഴുന്നള്ളിപ്പിന് മുന്നിൽ ഓദിക്കൻ ഗ്രാമബലി അർപ്പിച്ചു നടന്നു. വെള്ളി വിളക്കുകളുമായി കഴകക്കാർ വഴിയൊരുക്കി. എഴുന്നള്ളിപ്പ് കുളപ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിനകത്തേക്ക് മടങ്ങിയതോടെ ഭഗവാന്റെ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി. മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ എന്നിവരും ഭക്തരും നിറപറയും നിലവിളക്കും ഒരുക്കി എഴുന്നള്ളിപ്പിനെ സ്വീകരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. വെള്ളിയാഴ്ച നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. പള്ളിവേട്ടയ്ക്ക് ശേഷം ക്ഷീണിതനായി പള്ളിയുറങ്ങുന്ന ഭഗവാനെ പള്ളിക്കുറുപ്പുണർത്തലാണ് ആറാട്ട് ദിവസത്തെ ആദ്യ ചടങ്ങ്. തുടർന്ന് വൈകുന്നേരം 4:30 മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം പഞ്ചലോഹത്തിടമ്പിലേക്ക് ആവാഹിച്ച് പുറത്തേക്ക് എഴുന്നള്ളിച്ച് പഴുക്കാമണ്ഡപത്തിൽ കൊടിമരത്തിന് സമീപം കീഴ്ശാന്തി ദീപാരാധന നടത്തും. തുടർന്ന് ഭഗവാൻ ആറാട്ടിനായി പുറത്തേക്ക് എഴുന്നള്ളും. ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ പഞ്ചവാദ്യം അകമ്പടിയാകും. എഴുന്നള്ളിപ്പ് രുദ്രതീർത്ഥക്കുളത്തിന്റെ വടക്ക് ഭാഗത്തെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും. മേളത്തോടെയുള്ള എഴുന്നള്ളിപ്പ് ഭഗവതി ക്ഷേത്രത്തിലൂടെ ആറാട്ട് കടവിലെത്തും. ക്ഷേത്രം തന്ത്രിയും ഓദിക്കന്മാരും ചേർന്ന് ഗംഗ, യമുന, സരസ്വതി തുടങ്ങി എല്ലാ പുണ്യതീർത്ഥങ്ങളെയും രുദ്രതീർത്ഥക്കുളത്തിലേക്ക് ആവാഹിച്ച് പുണ്യാഹം നടത്തും. തുടർന്ന് തിടമ്പിൽ ഇളനീർ കൊണ്ടും മഞ്ഞൾപ്പൊടി കൊണ്ടും അഭിഷേകം ചെയ്യും. അഭിഷേകത്തിനുള്ള മഞ്ഞൾപ്പൊടി ക്ഷേത്രത്തിൽ തന്നെ ഇടിച്ച് തയ്യാറാക്കും. തന്ത്രി നമ്പൂതിരിപ്പാട് പാപനാശിനി സൂക്തം ജപിച്ച് ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പ് മാറോട് ചേർത്ത് രുദ്രതീർത്ഥക്കുളത്തിലിറങ്ങി 3 വട്ടം മുങ്ങിക്കയറുന്നതോടെ ആറാട്ട് ചടങ്ങ് പൂർത്തിയാകും. തുടർന്ന് ഓദിക്കന്മാർ, കീഴ്ശാന്തിമാർ തുടങ്ങിയവരും സ്നാനം നടത്തും. ഭഗവാൻ ആറാടിയ തീർത്ഥത്തിൽ ആയിരക്കണക്കിന് ഭക്തർ മുങ്ങിക്കയറും. ആറാട്ടിന് ശേഷം ഭഗവതിക്കെട്ടിൽ ഗുരുവായൂരപ്പന് ഉച്ചപൂജ നടത്തും. ആറാട്ട് ദിവസം മാത്രമാണ് ഭഗവാന്റെ ഉച്ചപൂജ ഇത്രയും വൈകി നടക്കുക. ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവത് തിടമ്പ് ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിടിയാനയുടെ പുറത്ത് കയറ്റി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് 11 ഓട്ടപ്രദക്ഷിണം നടത്തും. പ്രദക്ഷിണം പൂർത്തിയാക്കി വിശേഷവാദ്യ അകമ്പടിയോടെ തിടമ്പ് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. പഞ്ചലോഹ തിടമ്പിലേക്ക് നേരത്തെ ആവാഹിച്ചിരുന്ന ദേവചൈതന്യത്തെ ഗുരുവായൂരപ്പ വിഗ്രഹത്തിലേക്ക് പകർന്ന ശേഷം തന്ത്രി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കൊടിയിറക്കൽ ചടങ്ങ് നടത്തും. ഇതിനുശേഷം 25 കലശങ്ങളിൽ നിറച്ചിട്ടുള്ള ദ്രവ്യം ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. അത്താഴപൂജയുടെ നിവേദ്യവും പൂജയും കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രനട അടയ്ക്കുന്നതോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും.
TCV ഗുരുവായൂർ. തൃശൂർ പൂരം മുൻ വർഷങ്ങളിലെ പോലെ നടത്താൻ തൃശൂർ കളക്ടറേറ്റിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ എന്നിവരുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. തൃശൂർ പൂരത്തിന്റെ തെക്കൂട്ടിറക്ക സമയത്ത് കഴിഞ്ഞ തവണയുണ്ടായ ലാത്തിച്ചാർജ് പോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങളെ നേരത്തെ മാറ്റണമെന്നും രാത്രി എഴുന്നള്ളിപ്പിന് ഇരു ദേവസ്വങ്ങളുടെയും പന്തലിൽ ആനകൾ എത്തും വരെ പൊതുജനങ്ങളെ പൂരം കാണാൻ അനുവദിക്കണമെന്നും തിരുവമ്പാടി പാർമേക്കാവ് ദേവസ്വങ്ങൾ യോഗത്തിൽ ആവശ്യമുന്നയിച്ചു. കൂടാതെ VIP ബാരിക്കേഡ് പൊതുജനങ്ങൾക്ക് പൂരം കാണാനാകും വിധം ഇറക്കി നിർമ്മിക്കണമെന്നും ആവശ്യമുയർന്നു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, മേയർ MK വർഗീസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, പാർമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, വടക്കുംനാഥ ഉപദേശക സമിതി സെക്രട്ടറി ഹരിഹരൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജല അതോറിറ്റിയുടെ അതിരപ്പിള്ളി പ്ലാന്റിൽ വിച്ഛേദിച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഇരിങ്ങാലക്കുട KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കോടശ്ശേരി, അതിരപ്പിള്ളി, പരിയാരം പഞ്ചായത്തുകളിൽ ശുദ്ധജലം വിതരണം നടത്തുവാൻ സ്ഥാപിച്ച പ്ലാന്റിലെ വൈദ്യുതി കുടിശ്ശിക 8 ലക്ഷം രൂപയോളം അടയ്ക്കാത്തതിനെ തുടർന്നാണ് കണക്ഷൻ വിച്ഛേദിച്ചത്. മറ്റു പലയിടങ്ങളിലും വൈദ്യുതി ബിൽ കുടിശ്ശികയുണ്ടെങ്കിലും ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ മാത്രം നടപടി കൈക്കൊണ്ടത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കുന്നതായി MLA പറഞ്ഞു. ഏറെ നേരത്തെ ഉപരോധത്തിന് ശേഷം അതിരപ്പള്ളി പ്ലാന്റിൽ വിച്ഛേദിച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് യുവാക്കളെ ആക്രമിച്ച് 3 കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിൽ കൊട്ടേഷൻ സംഘാംഗത്തെ തൃശൂർ സിറ്റി ഷാഡോ പോലീസും ഈസ്റ്റ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കീരിക്കാടൻ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന കൊട്ടേഷൻ സംഘത്തിലെ അംഗം കോതമംഗലം സ്വദേശി മറ്റത്തിൽ വീട്ടിൽ ജോബി ജോർജാണ് അറസ്റ്റിലായത്. ഇതോടെ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 26 ആയി. പ്രതികളിൽ നിന്ന് 1 കിലോ സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബർ 8-നാണ് ജ്വല്ലറി ജീവനക്കാരെ ആക്രമിച്ച് സ്വർണം കവർന്നത്. ചാലക്കുടി മേച്ചിറയിൽ പകൽ ആളില്ലാത്ത നേരത്ത് വീട്ടിൽ മോഷണം. 7 പവന്റെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. മേപ്പുള്ളി ഷാബുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ മുൻവാതിൽ പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാക്കൾ അലമാര കുത്തി തുറന്നാണ് ആഭരണങ്ങൾ കവർന്നത്. വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടുകാർ മോഷണ വിവരം അറിഞ്ഞത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ യുവാവിന് 20 വർഷം കഠിന തടവിനും 1,10,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശി ഊളയ്ക്കൽ വീട്ടിൽ അബ്ദുൾ റഹീമിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗത സ്പെഷ്യൽ കോടതി ജഡ്ജ് CR രവിചന്ദർ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. പോക്സോ കേസിൽ പ്രതിക്ക് 38 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ച് ഇരിങ്ങാലക്കുട പോക്സോ കോടതി. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് വെള്ളിക്കുളങ്ങര സ്വദേശി ബൈജുവിനെ ഇരിങ്ങാലക്കുട അതിവേഗ പോക്സോ കോടതി ജഡ്ജ് CR രവിചന്ദർ ശിക്ഷിച്ചത്. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകുവാനും കോടതി ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. 3.5 വയസ്സുകാരിയെ ലൈംഗികമായി ആക്രമിച്ച കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 3 ജീവപര്യന്തവും 3,20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പൊന്നൂക്കര സ്വദേശി സ്രാമ്പിക്കൽ സന്തോഷിനെയാണ് തൃശൂർ അതിവേഗ സ്പെഷ്യൽ പോക്സോ നമ്പർ 2 കോടതി ജഡ്ജ് ജയപ്രഭു ശിക്ഷിച്ചത്. 2022-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KA സുനിത, അഡ്വക്കേറ്റ് ഋഷിചന്ദ് എന്നിവർ കോടതിയിൽ ഹാജരായി. തൃശൂർ ജില്ലയിൽ വെള്ളിയാഴ്ച താപനില 38 ഡിഗ്രി വരെ ഉയരാൻ സാധ്യത. തൃശൂർ ഉൾപ്പെടെ 4 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നതിനാൽ കനത്ത ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥ ഉണ്ടായേക്കാം. പൊതുജനം ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കെടുകാര്യസ്ഥതയുടെ നേർക്കാഴ്ചയായ പൂപ്പത്തി മംഗലംകുളം ജലസേചന പദ്ധതിയുടെ മോട്ടോറും പമ്പും തുരുമ്പെടുത്ത് ഉപയോഗശൂന്യമായ നിലയിൽ. പദ്ധതിക്കായി 1 കോടി മുടക്കിയിട്ടും തുള്ളി വെള്ളം പോലും കിട്ടാതെ ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളേറെയായി. കാട് കയറി കിടക്കുന്ന പരിസരം വൃത്തിയാക്കിയപ്പോഴാണ് തുരുമ്പെടുത്ത മോട്ടോറും പമ്പും കാണാൻ കഴിഞ്ഞത്. പദ്ധതി തുടങ്ങിയിട്ട് 28 വർഷം പിന്നിട്ടപ്പോൾ അതിന്റെ പേരിലുള്ള വിജിലൻസ് കേസ് മാത്രമാണ് ഫയലിലുള്ളത്. ഇനി കേസുകളെല്ലാം പൂർത്തിയാക്കി തുടർ പദ്ധതി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പദ്ധതിയുടെ അവസാനത്തെ 80% പൂർത്തിയാക്കിയെങ്കിലും ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി മാത്രമുണ്ടായില്ല. മടത്തുംപടിയിലെ മംഗലംകുളത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിയില്ലാതെയാണ്
തലതിരിച്ച് അവസാനിപ്പിച്ചത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ പദ്ധതി പൊലിഞ്ഞതോടെയാണ് വിജിലൻസ് അന്വേഷണം തുടങ്ങിയത്. അന്വേഷണം തുടങ്ങി 1.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നടപടികൾ പൂർത്തിയായിട്ടില്ല. അന്വേഷണം നടക്കുന്നതിനാൽ നിലവിലുള്ള പദ്ധതിയിൽ യാതൊന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലാണ്. മംഗലംകുളത്തിൽ മോട്ടോർ സ്ഥാപിച്ച് അവിടെ നിന്ന് പൂപ്പത്തിയിലേക്ക് പൈപ്പിട്ട് പണികൾ പൂർത്തിയാക്കിയിരുന്നു. മോട്ടോർ പ്രവർത്തിച്ചപ്പോൾ അന്ന് 10 വർഷം മുൻപ് മണ്ണിനടിയിൽ സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ പൊട്ടിത്തകർന്ന് 1 കോടി രൂപയുടെ പദ്ധതിയാണ് ഒലിച്ചുപോയത്. മംഗലംകുളത്തിലേക്ക് വെള്ളമെത്തിക്കാനുള്ള പദ്ധതിയില്ലാതെ മോട്ടോർ സ്ഥാപിച്ച് പൈപ്പിട്ട് പമ്പിംഗ് നടത്തി പരീക്ഷിച്ചപ്പോൾ വലിയ ആരോപണങ്ങളാണ് ഉയർന്നത്. അഴിമതി നടത്താവുന്ന മേഖലകൾ മാത്രം പൂർത്തിയാക്കിയെന്നാണ് പ്രധാന ആരോപണം. പുയ്യ പഞ്ചായത്തിലെ 450 ഹെക്ടർ പ്രദേശത്തേക്ക് പ്രയോജനം ലഭിക്കാവുന്ന പദ്ധതി പൊലിഞ്ഞിട്ടും ബദൽ നിർദ്ദേശമൊന്നും പ്രായോഗികമായി ഉണ്ടായിട്ടില്ല. മംഗലംകുളത്തിലേക്ക് വെള്ളമെത്തിക്കാനുള്ള യാതൊരു പദ്ധതിയും ഉയർന്നിട്ടില്ല. ബദൽ നിർദ്ദേശങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ സമീപനം ഉണ്ടായിട്ടില്ല. TCV മാള. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ചാലക്കുടിയിൽ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് റോഡ് ഷോ നടത്തി. വാദ്യമേളങ്ങളും പട്ടുകൂടകളുമായി 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയായിരുന്നു നഗരത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചത്. തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം മുൻ MLA-മാരായ BD ദേവസി, AK ചന്ദ്രൻ എന്നിവരുമുണ്ടായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡെന്നിസ് ആന്റണി തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. SFI നേതാവായിരുന്ന RK കൊച്ചനിയന്റെ 32ാം രക്തസാക്ഷി ദിനാചരണം തൃശൂരിൽ നടന്നു. സ്വരാജ് റൌണ്ടിൽ നിന്നും കൊച്ചനിയൻ കുത്തേറ്റ് വീണ് രാമനിലയം പരിസരത്ത് തയ്യാറാക്കിയ സ്മൃതി മണ്ഡപം വരെ വൈറ്റ് വളണ്ടിയർ മാർച്ചും വിദ്യാർത്ഥി പ്രകടനവും നടത്തി. വിവിധ കോളേജുകളിൽ നിന്നുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശ് M. സജി ഉദ്ഘാടനം ചെയ്തു. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലവിൽ രാജ്യത്ത് മോദി സർക്കാർ നടപ്പിലാക്കി വരുന്നത്. ജാതിയുടെയും മതത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് കേന്ദ്രം. ഇതിനെതിരായി ഇതിനോടകം ശക്തമായ പ്രതിപക്ഷ സ്വരമായി മാറിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI എന്നും ആദർശ് പറഞ്ഞു. SFI ജില്ലാ പ്രസിഡന്റ് R. വിഷ്ണു അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി K. രവീന്ദ്രൻ, DYFI ജില്ലാ ട്രഷറർ സെന്തിൽകുമാർ, SFI ജില്ലാ സെക്രട്ടറി ജിഷ്ണു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KU സരിത, സംസ്ഥാന കമ്മിറ്റി അംഗം MM മേഘന എന്നിവർ സംസാരിച്ചു. ചെങ്ങാലൂർ എടത്തുട്ടുപാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിലിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. വെള്ളിക്കുളങ്ങര മുപ്ലിയം മണ്ണമ്പേട്ട തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന PG ട്രാവൽസാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഇഞ്ചക്കുണ്ട് സ്വദേശി പെരുമലക്കുന്നേൽ സാനിക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഡ്രൈവറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന ബസ് നിയന്ത്രണം വിട്ട് എതിർവശത്തുള്ള കാനയിലൂടെ കയറിയിറങ്ങിയ ശേഷം വീട്ടുമതിലിൽ ഇടിക്കുകയായിരുന്നു. കുറിച്ചിപ്പറമ്പിൽ ഡേവിസിന്റെ മതിലാണ് തകർന്നത്. അപകടത്തിൽ ഡ്രൈവർ പുറത്തേക്ക് തെറിച്ചു വീണാണ് പരിക്കേറ്റത്. ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വന്യജീവികൾ നാട്ടിലെത്തുന്നത് പതിവായിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സുവോളജിക്കൽ പാർക്കിനും മൃഗശാലകൾക്കും സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ വനമേഖലകൾ ഉള്ള ജില്ലകളിലെല്ലാം വന്യജീവി പരിപാലന കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. പിടിക്കപ്പെടുന്ന വന്യജീവികൾ മിക്കവാറും പരിക്കേറ്റവയും ആരോഗ്യം ക്ഷയിച്ചവയുമാണ്. അത്തരം ജീവികൾക്ക് ശ്രദ്ധയോടുകൂടിയ ചികിത്സയും പരിചരണവും ആവശ്യമാണ്. വനംവകുപ്പിന് കീഴിൽ ഇപ്പോൾ നിലവിലുള്ള വന്യജീവി തീവ്രപരിചരണ കേന്ദ്രങ്ങൾ ആവശ്യമായ ഉപകരണങ്ങളും പരിശീലനം സിദ്ധിച്ച മൃഗപരിപാലകരെയും നൽകിക്കൊണ്ട് സജ്ജമാക്കണം. ഇല്ലാത്ത ജില്ലകളിൽ പുതുതായി വന്യജീവി പരിപാലന കേന്ദ്രങ്ങൾ ആരംഭിക്കണം. 1 വർഷത്തിനുള്ളിൽ വൈഗ, ദുർഗ, രുദ്രൻ, ധ്രുവൻ എന്നീ കടുവകളെയും ലിയോ എന്ന പുള്ളിപ്പുലിയെയും സംരക്ഷണാർത്ഥം പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ തൃശൂർ മൃഗശാലയിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ മാറ്റുന്ന പ്രക്രിയയെ ഇത് പരോക്ഷമായി ബാധിച്ചുവെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ അഭിപ്രായപ്പെട്ടു. മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10-ന് മാന്നാമംഗലത്ത് റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിക്കും. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു തുടങ്ങിയവർ പങ്കെടുക്കും. റവന്യൂ മന്ത്രി K. രാജൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഉണ്ണികൃഷ്ണൻ, PP രവീന്ദ്രൻ, ഇന്ദിരാ മോഹൻ, ശ്രീവിദ്യ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
അതിരപ്പിള്ളി വൈശ്ശേരിയിൽ വീട്ടിൽ നിന്നും വാഷും ചാരായവുമായി വീട്ടുടമയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വൈശ്ശേരി സ്വദേശി ചെരുവിൽ കാലായിൽ വീട്ടിൽ ശശിയാണ് അറസ്റ്റിലായത്. 1 ലിറ്റർ ചാരായവും 10 ലിറ്റർ വാഷും വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ എസ് സമീർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KP സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വീട്ടിൽ പരിശോധന നടത്തിയത്. ലോക കേൾവി ദിനത്തോടനുബന്ധിച്ച് ഹാർമണി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കെയർ സെന്ററിന്റെ തൃശൂർ പാട്ടുരാക്കൽ ബ്രാഞ്ചിൽ മാർച്ച് 2-ന് സൗജന്യ കേൾവി പരിശോധനയും ഹിയറിംഗ് എയ്ഡ് ട്രയലും സംഘടിപ്പിക്കും. മാർച്ച് 2 ശനിയാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് കേൾവി പരിശോധനയും ഹിയറിംഗ് എയ്ഡ് ട്രയലും നടത്തുന്നത്. പരിശോധനാ ക്യാമ്പിൽ വിദഗ്ധ ENT കൺസൾട്ടന്റ് ഡോക്ടർ MR അഞ്ജുവിന്റെയും ചീഫ് ഓഡിയോളജിസ്റ്റ് ദീപക് ജയന്റെയും മറ്റു വിദഗ്ധരുടെയും സൗജന്യ സേവനം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്ന സംസാര വൈകല്യങ്ങൾക്കും കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾക്കുമുള്ള അതിനൂതന ചികിത്സാ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളിലെ സംസാര വൈകല്യ നിർണയവും സ്പീച്ച് തെറാപ്പിയും വോയിസ് തെറാപ്പി, ന്യൂറോ റീഹാബിലിറ്റേഷൻ, ഓട്ടിസം തെറാപ്പി, പഠനവൈകല്യമുള്ള കുട്ടികളുടെ തെറാപ്പി, അതിനൂതനമായ കേൾവി നിർണയ സംവിധാനങ്ങൾ, ലോകോത്തര നിലവാരമുള്ള ശ്രവണ സഹായികൾ എന്നിവയും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ENT ഡോക്ടറുടെ സേവനങ്ങളും ശ്രവണ സംസാര വൈകല്യമുള്ളവർക്ക് വിദഗ്ധ ഓഡിയോളജിസ്റ്റുകളുടെയും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റുകളുടെയും സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7558860606. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പിന് തൃശൂർ നഗരത്തിൽ വ്യാപകമായി പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതിനെതിരെ പരാതിയുമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മേയർ കത്ത് നൽകി. കോർപ്പറേഷനും പോലീസും സ്ഥാപിച്ച ഡിവൈഡറുകളിൽ പോസ്റ്ററുകൾ ഒട്ടിച്ച് വൃത്തിഹീനമാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മേയർ പരാതിയുമായി രംഗത്തെത്തിയത്. ചേറ്റുപുഴ പാടത്തുണ്ടായ തീപിടുത്തത്തിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ കത്തിനശിച്ചു. 50 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചേർപ്പ് പുത്തറയ്ക്കലിൽ മരക്കമ്പനിയിലുണ്ടായ അഗ്നിബാധയിൽ ലക്ഷങ്ങളുടെ നഷ്ടം. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നിലച്ചു. പണികൾ മന്ദഗതിയിലാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കരാറുകാരെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയ മലബാർ ദേവസ്വം ബോർഡ് അധികൃതരെ ഭക്തർ തടഞ്ഞു. നാമജപവുമായി ഗേറ്റിനു മുന്നിൽ പ്രതിരോധം തീർത്ത ഭക്തർ. സ്വർണ്ണക്കോലത്തിന്റെ പ്രൌഢിയിൽ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് ജനപഥത്തിലേക്കിറങ്ങിയ കണ്ണനെ കണ്ട് ആയിരങ്ങൾ ആത്മനിർവൃതിയടഞ്ഞു. വെള്ളിയാഴ്ച നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.